ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കവിയൂർ എന്ന ഗ്രാമപ്രദേശത്ത് ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഒരു ഗുഹാക്ഷേത്രമുണ്ട്. അതാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രഥ ശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ വടക്കുമാറി ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന 2 പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം. ഗുഹാക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. അതിനാൽ തിങ്കളാഴ്ച ക്ഷേത്രത്തിന് അവധിയാണ്. അത് ഈ ക്ഷേത്രത്തിൽ വരുന്ന സന്ദർശകർ ശ്രദ്ധിക്കുമല്ലോ. പുരാവസ്തു വിദഗ്ധനായ കൃഷ്ണ ചൈതന്യ ഇവിടെയുള്ളതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പാറ തുരന്ന് 20 അടി വ്യാസത്തിൽ ശ്രീകോവിലിൽ അതിന്റെ മധ്യത്തിലായി 3.5 അടി പൊക്കത്തിൽ വലിയ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുവാനായി 4 അടി വീതിയിൽ 20 അടി നീളത്തിൽ അർദ്ധ മണ്ഡപവും മധ്യത്തിലായി കൽപ്പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അർദ്ധമണ്ഡപത്തിന്റെ ചുവരുകളിൽ ശ്രീകോവിലിന്റെ പ്രവേശനത്തിന്റെ ഇരുവശങ്ങളിലുമായി 2 ദ്വാരപാലകന്മാർ, വടക്കേ ചുവരിൽ ഗണപതി, തെക്കേ ചുവരിൽ ഗദാധാരിയായ മുനി എന്നിവരുടെ ശില്പങ്ങളും കാണാം. ആയുധങ്ങൾ അണിയാതെ ഇരു കൈകളും കെട്ടി വീര്യബലങ്ങൾ അടക്കി നിൽക്കുന്ന ദ്വാരപാലക ശില്പവും ഗദാധാരിയായ ദ്വാരപാലക ശില്പവും കമണ്ഡലുവേന്തി നിൽക്കുന്ന ജടാധാരിയായ മുനിയുടെ ശില്പവും മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യം പുലർത്തുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഇതെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. വനനിബിഡമായ തൃക്കക്കുടി ഗുഹാപരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഗുഹാക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റ് പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിൽ എത്താത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുഹയ്ക്ക് ചുറ്റും കാണുന്ന പ്രകൃതി ദൃശ്യം, പച്ചപ്പുള്ള കുന്നുകളും പാറക്കെട്ടുകളും എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് ഇത് ഒരു മികച്ച ട്രക്കിംഗ് സ്പോട്ടും വിനോദസഞ്ചാര കേന്ദ്രവുമായി നിലകൊള്ളുന്നു. ആർക്കിടെക്ചറലായി വലിയ ശില്പശൈലികൾ ഇല്ലെങ്കിലും സ്വാഭാവികമായി രൂപപ്പെട്ട പാറക്കെട്ടുകൾ തന്നെ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ചെങ്ങന്നൂർ കേവ് ടെമ്പിൾ ചരിത്രവും ഭക്തിയും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കൽ ചെങ്ങന്നൂർ വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.